കോന്നി ആനക്കൂട് സന്ദർശിക്കാനെത്തിയ 4 വയസ്സുകാരന് കോൺക്രീറ്റ് തൂൺ ഇളകി വീണ് ദാരുണാന്ത്യം. അടൂർ കടമ്പനാട് സ്വദേശി അഭിരാമാണ് മരിച്ചത്. ഫോട്ടോ എടുക്കുന്നതിനിടെയായിരുന്നു അപകടം. ഇത്രയും പൊക്കമുള്ളൂ തൂണ് ഇങ്ങനെ നിരത്തി വെച്ചപ്പോണ്ടായിരുന്നു. രാമനാഥ് ഇങ്ങനെ തള്ള ഫോട്ടോ എടുത്ത് കെട്ടി ഇങ്ങനെ പിടിച്ചു അതിന്റെ മണ്ടയ്ക്കോട്ട് അതും ഞങ്ങൾ അതിന്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുമായിരുന്നു. അപ്പോഴാ തൂണ് വീഴുന്നത് അവൻ്റെ മണ്ടയിൽ അവൻ അടിയിലായി. അങ്ങനെ തള്ള ഒരു ഓടിപ്പോയി എടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത ആശുപത്രി കൊണ്ടുപോയി. ആ തൂണ് ഇളകി നിൽക്കുമായിരുന്നു. തൊട്ടതേ ഉള്ളൂ. കൊച്ചു പിടിച്ച എത്ര ഉണ്ടെന്ന് അറിയാം. അത്ര ആ തൂണ് കൊച്ചു അടിയിലായി പോയി. തൂണ് മണ്ടയിൽ വീഴും. നന്ദുഷ വിശദാംശങ്ങൾ നൽകും. നന്ദു, അങ്ങേറ്റം ദാരുണമായ സങ്കടമുണ്ടാക്കുന്ന ഒരു സംഭവം. ഈ തൂൺ എങ്ങനെ ഇളകി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോൾ വരുന്നുണ്ടോ? കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ എവിടെയാണുള്ളത്? ഇന്ന് ഉച്ചയോടെയാണ് കോന്നി ആനക്കൊട്ടിലിൽ ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം ഉണ്ടാകുന്നത്. അടൂർ കടമ്പനാട് നിന്നെത്തിയ കുടുംബത്തിൽ ഉൾപ്പെട്ട 4 വയസ്സുകാരനാണ് ഒരു ദാരുണാന്ത്യം ഉണ്ടാകുന്നത്. ഈ കുട്ടി കോന്നി ആനക്കൊട്ടിലുള്ളിൽ പ്രവേശിക്കുകയും കുടുംബത്തോടൊപ്പം ആനക്കൊട്ടിൽ ചുറ്റിക്കാണുന്നതിനിടെ പഴയ ഇപ്പോൾ പ്രവർത്തനരഹിതമായ ഒരു 3D തിയേറ്റർ ഉണ്ട്. ആ തിയേറ്റർ കോമ്പൗണ്ടും നടപ്പാതയും വേർതിരിക്കുന്ന ഒരു ഫെൻസിംഗ് ഉണ്ട്. ആ ഫെൻസിംഗ് കമ്പികൾ കൂട്ടിയിണക്കിയിരിക്കുന്നത് കോൺക്രീറ്റ് തൂണുകൾ ഉപയോഗിച്ചാണ്. ചുവന്ന പെയിന്റ് അടിച്ച കോൺക്രീറ്റ് തൂണുകൾ ഉപയോഗിച്ചാണ്. ഈ കോൺക്രീറ്റ് തൂണിന്റെ പരിസരത്തുള്ള അല്ലെങ്കിൽ ഈ കോൺക്രീറ്റ് തൂണിലൂടെ പോകുന്ന കമ്പിയിൽ തൂങ്ങിപ്പിടിച്ച് ഒരു ഫോട്ടോ എടുക്കുന്നതിനിടയിലാണ് ഈ കോൺക്രീറ്റ് തൂണ് അടർന്ന് ഈ കുട്ടിക്ക് മുകളിലേക്ക് വീഴുന്നത്. 4 വയസ്സുകാരനാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ കുട്ടി ഈ കോൺക്രീറ്റ് തൂണിന്റെ പരിസരത്തേക്ക് പോയപ്പോൾ തന്നെ മാതാപിതാക്കൾ ഈ ഫോട്ടോ എടുക്കാനായി കുട്ടി അങ്ങോട്ടേക്ക് മാറ്റി നിർത്തുകയായിരുന്നു. ഈ കമ്പിക്കുള്ളിലേക്ക് കുട്ടി ഒന്ന് തൂങ്ങാൻ ശ്രമിച്ചപ്പോൾ തന്നെ ഈ കോൺക്രീറ്റ് തൂണ് അടർന്ന കുട്ടിയുടെ തലയിലേക്ക് പതിക്കുകയായിരുന്നു. തലയ്ക്കാണ് പൊട്ടലേറ്റത്. നല്ല രീതിയിൽ രക്തം വാർന്നു പോവുകയുണ്ടായി. ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കോന്നി ആനക്കൊട്ടിലെ ജീവനക്കാരും കുട്ടിയെ കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകുകയും ചെയ്തുവെങ്കിലും കുട്ടിയുടെ നില അതീവ ഗുരുതരമായതിനാൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റാൻ ആശുപത്രിയിൽ നിർദ്ദേശം ലഭിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് ജനറൽ ആശുപത്രിയിലേക്ക് കുട്ടിയെ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. നിലവിൽ കുട്ടിയുടെ മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണുള്ളത്. മാതാപിതാക്കൾ ഉൾപ്പെടെ കുടുംബാംഗങ്ങളെല്ലാം ജനറൽ ആശുപത്രിയിലുണ്ട്. കോന്നി ആനക്കൊട്ടിൽ ഈ കുട്ടിയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ താൽക്കാലികമായി അടച്ചു. സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാനായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് നിലവിലുള്ളത്. ഈ കോൺക്രീറ്റ് തൂണിന്റെയും അതോടൊപ്പം ഈ ഫെൻസിംഗിന്റെയും ഒക്കെ കാലപ്പഴക്കം സംബന്ധിച്ച ആരോപണങ്ങളും ഇപ്പോൾ നിലവിൽ ഉയരുന്നുണ്ട്, ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ഈ ഒരു 4 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വലിയ ഭാരമൊന്നുമില്ലാത്ത ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിന്റെ ഭാരം പോലും വഹിക്കാൻ ശേഷിയില്ലാത്ത തരത്തിലാണോ ഇത്തരത്തിൽ ഒരു കൈവരി അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് തൂണ് നിർമ്മിച്ച് തറയിൽ ഉറപ്പിച്ചിരിക്കുന്നത് എന്ന അടക്കമുള്ള സംശയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. വേണ്ട വിധം ബലത്തിൽ ഇത് ഭൂമിയുമായി അല്ലെങ്കിൽ മണ്ണുമായി ബന്ധിപ്പിച്ചിരുന്നില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ആക്ഷേപം. അത്തരത്തിൽ ശക്തമായ രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് ഇത് മണ്ണുമായി ബന്ധിപ്പിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കുട്ടി തൂങ്ങിയപ്പോൾ ഈ കമ്പിയിലേക്ക് പിടിച്ചപ്പോൾ ഈ കോൺക്രീറ്റ് തൂണ് അടർന്ന് ഈ കുട്ടിയുടെ തലയിലേക്ക് പതിക്കില്ലായിരുന്നു. ഏതായാലും അതിദാരുണമായ സംഭവം കോന്നി ആനക്കൊട്ടിൽ ഉണ്ടായിരിക്കുന്നു. അടൂർ കടമ്പനാട് സ്വദേശിയായിട്ടുള്ള ദമ്പതികളുടെ മകൻ അഭിരാമാണ്, 4 വയസ്സുകാരൻ അഭിരാമാണ് കോന്നി ആനക്കൊട്ടിലിൽ കോൺക്രീറ്റ് തൂൺ ഇളകി തലയിലേക്ക് വീണ് മരിച്ചത്. അങ്ങേറ്റം ദൗർഭാഗ്യകരമായ ഒരു സംഭവം. അടൂർ കടമ്പനാട് സ്വദേശി അഭിരാം 4 വയസ്സുകാരനാണ് മരിച്ചത്. ഫോട്ടോ എടുക്കുന്നതിനിടെയാണ് അപകടം. വിശദാംശങ്ങൾ നൽകിയത് സന്തോഷം.